അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന സിറാത്ത് അല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിൻ്റെ സിറാത്ത്, മിൻ അക്ബരിൽ അദില്ല അലാ മാലില്ലാഹി മിൻ സിഫാത്തിൽ കമാൽ വനഊത്തിൽ ജലാൽ. അള്ളാഹുവിൻ്റെ മഹത്വം അറിയാൻ നിങ്ങൾ ഇസ്ലാം എന്താണെന്ന് നോക്കിയാൽ മതി എന്നാണ്. റബ്ബിൻ്റെ വലിപ്പം അറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൻ്റെ വലിപ്പം അറിയണോ? ഖുർആനിലേക്ക് നോക്കിയാൽ മതി എന്നാണ്. മുഹമ്മദ് നബിയിലേക്ക് നോക്കിയാൽ മതി. ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളിലേക്ക് നോക്കൂ. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അല്ലാഹു അല്ലാത്ത ഒരാളിൽ നിന്നായിരുന്നു ഈ ഗ്രന്ഥമെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. അതിൻ്റെ മുന്നിലൂടെയോ പിറകിലൂടെയോ വ്യർത്ഥമായതൊന്നും ഖുർആനിൽ കാണാനേ കഴിയില്ല. കാരണം സ്തുത്യർഹനും മഗാധജ്ഞനുമായ ഒരു റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഖുർആനിൽ ഓരോ ആയത്തുകളും ഓരോ വചനങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ ഗാംഭീര്യം കാണുമ്പോൾ ഇത് റഹ്മാനായ റബ്ബല്ലാതെ മറ്റൊരാൾക്ക് ഇത് അവതരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനുഷ്യൻ വിവേകമുള്ളവൻ അംഗീകരിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പരാജയപ്പെടുത്താമെന്ന ആഗ്രഹവുമായി വന്ന ആളുകളൊക്കെ പിന്നീട് തിരിച്ചുപോയി പറഞ്ഞത്, അതിനു വല്ലാത്തൊരു ഹലാവത്തുണ്ട്, അതിനു വല്ലാത്തൊരു തലാവത്തുണ്ട്, ഒരിക്കലും അതിനെ അതിജയിക്കാൻ മനുഷ്യരുടെ വാക്കുകൾക്ക് സാധ്യമല്ല. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറാ. മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ പോലും ഈ ഖുർആനിലുള്ള ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ സാധ്യമല്ല. അതാണ് ഇവിടെ പറയുക, സിറാത്തിൽ അസീസിൽ ഹമീദ്. ആ അസീസായ റബ്ബിൻ്റെ സിറാത്ത് കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, സൃഷ്ടികൾ അഖിലവും അവന് ഹംദ് ചെയ്തു പോകും. അതാണ് ഉടനെ പറഞ്ഞത് അൽ ഹമീദ്, അവൻ സ്തുത്യർഹനാണ്. അതുകൊണ്ടല്ലേ സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ ഖയ്യിമാ വലം യജഅൽ ലഹു ഇവജ. അൽഹംദുലില്ലാഹ്, സ്തുതിക്കൂ റബ്ബിനെ, ലോകങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കൂ. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, ഈ കിതാബിനെ തൻ്റെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്തു. വലം യജഅൽ ലഹു ഇവജ, ഒരു വക്രതയും ഒരു ന്യൂനതയും ഒരു വ്യതിയാനവും ഒരു വൈരുദ്ധ്യവും ഒരു പോരായ്മയും നിങ്ങൾക്ക് ആ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയില്ല. ഖയ്യിമൻ, നേർക്കുനേരെ നിൽക്കുന്ന അതുല്യമായ ഒരു ഗ്രന്ഥം, വൈരുദ്ധ്യങ്ങളില്ലാതെ തലയുയർത്തി നിൽക്കുന്ന അപാരമായ ഗ്രന്ഥം. അൽഹംദുലില്ലാഹ് എന്ന് പറയും.